ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആകെ കുട്ടികളൊക്കെ മൂഡ് ഓഫായിരുന്നു. കാരണം അവർക്കൊക്കെ ഇന്നലത്തെ ക്ഷീണം കിടന്നുറങ്ങിയിട്ട് എണീക്കാൻ ലേറ്റായി. പക്ഷേ ഇന്ന് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവരെ സമ്മർ ക്യാമ്പിന് വിടണ്ടേ, ക്ലാസ്സിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പിടിച്ചെണീപ്പിച്ചു. അപ്പോൾ ചാക്കോ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാണ്ട് ആദ്യം എണീറ്റ് വന്നു എന്ന് തോന്നുന്നുണ്ട്. തോമും പാച്ചും വളരെ ലേറ്റായിട്ടാണ് കേട്ടോ, കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ടാണ് ഇന്ന് എണീറ്റ് തന്നെ. കാരണം അവർ ഇന്നലെ വന്നിട്ട് ഉറങ്ങാനായിട്ട് കുറേ ലേറ്റായി. അത് കഴിഞ്ഞ് എണീക്കാൻ വൈകി, വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ടേ. അപ്പോൾ അത് ഇവിടെ ഒരുത്തൻ്റെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കൃത്യമായിട്ട് അവൻ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ, സ്കൂളിൽ പോണതിന് മുമ്പ്. അങ്ങനെ ഓരോരുത്തരുടെയും രാവിലത്തെ തിരക്കാണ്. അപ്പോൾ ഞാൻ ആ തിരക്കിൻ്റെ രാവിലത്തെ ആ ഒരു ബഹളം കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ കിച്ചണിലേക്ക് വരാറുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും കൂടിയിട്ട് കിച്ചണിൽ കിടന്ന് വട്ടട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എണീറ്റ് കുട്ടികൾക്ക് 3 പേർക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക, സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യുക, ആ ഒരു തിരക്ക്. പിന്നെ ചായ വെക്കൽ, കാപ്പി വെക്കൽ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഞാനും കൂടി ചെന്ന് പ്രശ്നം വേണ്ട വെച്ചിട്ട്, പ്രശ്നമല്ല, ആകെ ഒരു തിക്ക് തിരക്കാവും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങളും രാവിലത്തെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ഒന്ന് ഓക്കെ ആകുമ്പോഴാണ് ഞാൻ പതുക്കെ എണീറ്റ് വരിക. അപ്പോൾ അതേ മുട്ട കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാത്രി മുട്ട വാങ്ങിക്കാനായിട്ട് മറന്നുപോയി, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ട്രേ കഴുകി അവിടെ കഴുകി വെച്ചു. അപ്പോഴേക്കും ഡിവൈൻ 3 ആൾക്കുള്ള ബാഗും പാക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ തോമുവിൻ്റെ വാട്ടർ ബോട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം ലീക്കാവണം. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വയ്ക്കുക. അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂരിയും പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ ഞാൻ ചില ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കുക. കാരണം ഈ ഗുളികകൾ മൊത്തം കുറേ വെള്ളവും കൂടി കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് നിറഞ്ഞു, പിന്നെ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയിട്ടേ കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റി. മറ്റേത് ഈ ദാഹത്തിൻ്റെ പുറമെ ഗുളികകൾ കഴിക്കുമ്പോഴുള്ള വെള്ളവും അതൊക്കെ ആകുമ്പോൾ വയറ് ശരിക്കും ഫില്ലാവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ പരാതികളാണ്. തോമു പാച്ചു ചാക്കോ അവിടെ നിന്ന് മണ്ണിട്ടപ്പോൾ തോമുവിൻ്റെ തൊണ്ടയിൽ കുടുങ്ങി, തൊണ്ടയിൽ നിന്ന് ഛർദ്ദിച്ചു. അപ്പോൾ ചാക്കോനോട് ഞാൻ ചോദിക്കാവോടാ അങ്ങനെ ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അറിയാത്ത ഭാവത്തിൽ വേറെ വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ മൂക്കുമ്പോൾ ഒരു മുറിവുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മൂപ്പരക്ക് മറുപടി ഒന്നുമില്ല. വർത്താനം എന്ന് പറഞ്ഞാൽ വർത്താനമൊക്കെ ഇട്ട് ഇങ്ങനെ അഴിച്ചിടലാണ് കേട്ടോ അവൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ തോമു അതെ, 3 ആളും അതെ, ഇപ്പോൾ വർത്താനം ഭയങ്കര വർത്താനമാണ് 3 പേരും. അങ്ങനെ ആൻസനും എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പാച്ചുവിനൊരു ഡിമാൻഡ് കൊണ്ടുവന്നാക്കണമെന്ന്. അപ്പോൾ എന്നാൽ ശരി, വല്ലപ്പോഴുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ 3 ആളുള്ളത് കൊണ്ട് അപ്പോൾ ഡാഡിക്കും ഡോണിനും അത് ശീലമാണ് കൊണ്ടാക്കിയിട്ട്. പക്ഷേ ആൻസൻ അതങ്ങനെ അവരെ ഇറക്കി വിട്ടിട്ട് വരാനായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡിമ്പിളിനോട് കൂടെ കയറാൻ പറഞ്ഞു. കൂടെ ഡോണും വഴിയിലിറങ്ങാൻ വേണ്ടിയിട്ട് ഡോണും കയറിയിട്ടോ. അങ്ങനെ 3 ആളപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡാണ്. പാച്ചുവിനെ എടുക്കണം, അപ്പോൾ ചാക്കോവിനൊരു ഡിമാൻഡ്. അങ്ങനെ 3 ആളും കൂടിയിട്ട് ചാക്കോവിൻ്റെ ഡിമാൻഡ് കൂടെ വരണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ടാണ് ഈ 3 ആളെ കൊണ്ടാക്കിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. തോമ്പ് കരയൊന്നുമില്ല, അവൻ വലിയ കുട്ടിയായില്ലേ. പാച്ചും ചാക്കോവും കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളിലേക്ക് ഏർപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ പണികളും കാര്യങ്ങളും ഇല്ല. അപ്പോൾ എൻ്റെ മെയിൻ പണി എന്നുള്ളത് ഈ ബിസിനസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട പണികളാട്ടോ. ചില സമയത്ത് ഞാൻ ഇന്നാൾ 2 പ്രാവശ്യമായി ഉണ്ടാവണു കമ്മലുകൾ അയക്കുമ്പോൾ പെയർ തെറ്റിപ്പോണു. അപ്പോൾ അത് ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ എടുത്ത് വരുമ്പോഴേ നമ്മൾ അറിയാണ്ട് പെട്ടുപോണതാണ്. പക്ഷേ എനിക്കാണെന്ന് വെച്ചാൽ അത് ഭയങ്കര വിഷമമാണ്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരോടായാലും ഡാഡിയോടായാലും പറയും കമ്മലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെയും കൂടിയുള്ള പൊടിയും കാര്യങ്ങളും പിന്നെ ഒരു വെള്ളത്തിൽ കളിച്ചതിൻ്റെ മണലിൻ്റെയും ഒക്കെ കൂടിയിട്ട് അകത്ത് അപ്പടി പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ അത് അടിച്ചൊതുക്കണു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത്, മറ്റേത് റോസ്മേരിയാണ് കേട്ടോ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ സെൻഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങോട് കൂടിയിട്ട് അപ്പോൾ ആൻസൺ ഇറങ്ങാൻ നിൽക്കാം. അപ്പോൾ ആൻസൺ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പാക്കിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് ഇരുന്നത് കേട്ടോ. കണ്ടമാനുണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
കണ്ടാൽ അറിയാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അതിൽ വിശദമായിട്ട് ഓരോ സെറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ദിവസമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ മതി. ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി. ഞങ്ങൾ ആർക്ക് മെസ്സേജ് ചെയ്താലും വിരോധമില്ല. അപ്പോൾ ചെയ്താൽ മതി. നമ്മളത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും. അങ്ങനെ അതേ സമയം 11:30 ആയപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒരു വശത്ത്, ഡിവൈൻ മുകളിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഡിവൈന് മുകളിലേക്ക് കയറി. പിന്നെ ഇപ്പോൾ ഉച്ചയിലത്തെ പരിപാടിക്കുള്ള പുറപ്പാടായി. അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ചു. ഡിമ്പിൾ മീൻ പുരട്ടി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ലെഫ്റ്റ് ഓവർ ഫുഡ് എനിക്കാച്ചാൽ ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ സാധനങ്ങൾ കുറേ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ വെച്ചാൽ സാധാരണ തലേ ദിവസം എല്ലാം ബാക്കി വന്നാൽ പിറ്റേ ദിവസം അതും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി അത് അങ്ങനെ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാറാണ് പതിവ്. ഇപ്പോൾ അവർക്ക് അങ്ങനെ ആ നേരത്തുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഈ ചൂടായതിന് ശേഷം ഞാൻ ആ 7 മണിക്ക് മുറ്റത്തേക്ക് ഇറങ്ങി അവർക്ക് കൊടുക്കുന്ന പരിപാടി ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് അവർക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണോ കൊടുക്കണേന്ന്? അങ്ങനെയല്ല. നമ്മളുടെ ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ്റെ വശത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബാഗൊക്കെ വയ്ക്കുമ്പോൾ മമ്മി ഇതെന്തിനു ഈ ചിക്കൻ്റെ വിശേഷം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഷോർട്സ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അപ്പോൾ ലുലുവിൽ നമ്മൾ ചിക്കൻ്റെ സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാം അവർ ഇങ്ങനെ ബോൺലെസ് ഇങ്ങനെ ചെത്തിയെടുത്ത് അതിൻ്റെ ആ റിബ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കിലോന് 50 രൂപയാണ് അതിന്. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് 2 കിലോനും 3 കിലോനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. അപ്പോൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലതുമ്പോൾ നല്ലോണം മാംസം ഉണ്ടാവും, ചിലതുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് അധികം പോകാത്തന്നെ കറികൾ ബാക്കിയുള്ളത് കുഞ്ഞു പാത്രങ്ങളിലായിട്ട് അവിടെ ഇരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു വന്ന വിശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് അതൊക്കെ കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം 2 കൂട്ടർക്കും ഡിമ്പിളിനും അതെ ഡിവൈനും അതെ 2 പേർക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിള്ളേർസ് വരുന്നതിന് മുമ്പ് ഇത് അവസാനിപ്പിക്കുകയും വേണമല്ലോ. അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞ് ഡാഡി പാക്ക് ചെയ്ത സാധനങ്ങളും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആ കാറ് പോണ നേരത്തെ ഞാൻ ഇവിടേക്കൊന്ന് നനയ്ക്കുക. അപ്പോൾ ഞാൻ വേഗം നനയ്ക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഡിവൈനാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ പറയാറില്ലേ കുട്ടികളെ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ എടുത്തിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ എനിക്ക് ഈ വശം ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാതും ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കണം കേട്ടോ. നമ്മൾ ചെടികൾ ഇങ്ങനെ ഉഷാറായി നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. ആ സൈഡിലും അതെ ഇപ്പോൾ എല്ലായിടത്തും എന്താ പറയുക എല്ലാ രീതിയിലും നല്ല ഭംഗിയിൽ തന്നെയെല്ലാം നിൽക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഈ ഉച്ച നേരമായിട്ടാണ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത്. സാധാരണ ഇടയിലൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് എല്ലാ പരിപാടിയും ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള ദിവസം. ഒന്നാമത് തിങ്കളാഴ്ച, രണ്ടാമത് ഈ ബാഗിൻ്റെ ഇത് സാരികൾ, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി സെക്ഷൻ ഇതിലാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പെയർ തെറ്റിപ്പോയിന്ന്. അതായത് കളറുകളൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ കാണുമ്പോഴേ ബ്ലൂവും ഗ്രീനും ഒക്കെ അങ്ങോട്ടും കൂടെ ഒന്ന് തെറ്റിപ്പോവും കേട്ടോ. അങ്ങനെ ഈ സെക്ഷനുകൾ ഞാൻ രണ്ടാമത് മൂന്നാമതൊക്കെ ആയിട്ട് എടുക്കണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരെണ്ണം മാറി. ഇന്നിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് മാറി കമ്മലുകൾ ഇട്ടത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് അപ്പോൾ ഞാൻ ഇന്നാണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ ഒരു കുട്ടി കൂളായിട്ട് ഇന്ന സാധനം ഉണ്ടോ വെച്ചപ്പോൾ ഞാൻ ഉണ്ട്, കാരണം ഞാൻ ഇപ്പം എടുത്തിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ നോക്കിയപ്പോൾ ആ കുട്ടി മുമ്പത്തെ ഏതോ ഒരു ഷീറ്റിലെടുത്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ സംഭവം സ്റ്റോക്കും ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റൂട്ടോ. ഈ ഷീറ്റിന്മേ കുറേയും അനുസരിച്ച് നമ്മൾ മാറ്റി ഇടുമല്ലോ അങ്ങനെ. ഇത് ഫുൾ ഡംബൽസിൻ്റെ പല വലിപ്പങ്ങളാട്ടോ. 4 വലിപ്പത്തിലുണ്ട് ഡംബൽസിൻ്റെ കമ്മൽ. അപ്പോൾ നമ്മുടെ തോമു വരണ നോക്കിയ സ്ഥാനാർത്ഥി വരണ പോലെ അത് ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ അവൻ അങ്ങനെ നിന്നത്. അപ്പം ഞാൻ ചോദിക്കായിരുന്നു മോനെ റോട്ടിലൊന്നും ഇല്ല ഞാൻ ഈ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അവനൊരു പൂതി തോന്നിയപ്പോൾ അങ്ങനെ നിർത്തിയതാന്ന് പറഞ്ഞു. അങ്ങനെ മറ്റവർക്ക് അങ്ങനെ വലിയ പൂതിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. തോമുവാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. അങ്ങനെ പിള്ളേർസ് ഒക്കെ വന്നു. കാലത്ത് ചെന്ന വഴിക്ക് ആ കരച്ചിലൊക്കെ മാറിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാച്ചു വന്ന് ആദ്യത്തെ ചോദ്യം ഫോൺ വാങ്ങിച്ചോ എന്നാണ്. അവനിപ്പോൾ 2-3 നേരം എന്നോട് വന്ന് ചോദിക്കും എന്തായി എന്നുള്ളത്. അപ്പം ഞാൻ മറുപടി പറയും പാച്ചു വലുതായില്ലല്ലോ, പാച്ചു വലുതായി സ്കൂളിൽ പോയി വലിയ കുട്ടിയായിട്ട് വേണ്ട ആവാനായിട്ട് ഇപ്പോൾ വലുതായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ സങ്കടം മൂപ്പർക്ക് കിട്ടാം.
അപ്പോൾ ഇവിടെ ആ സഖാവ് വേറെ ഒന്നും നോക്കണില്ല. അവൻ വന്നു ഇതാ സെറ്റീമ കയറിയിരുന്ന് അവൻ്റെ ചെരുപ്പ് ഊരിയിട്ടു. അത് കഴിഞ്ഞ് ആ ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയി കോണിയുമ വെച്ചു. ഇതൊക്കെയാണ് മൂപ്പരുടെ പരിപാടികൾ കേട്ടോ. ഞാൻ പറയാറില്ല, ഇവർ 3 പേരിൽ ഇവൻ വേറിട്ട പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത ആൾക്ക് ഇതാ ഫോണിൻ്റെയും പിന്നെ അപ്പ പോയോ ആ വിശേഷമൊക്കെയാണ് പാച്ചുവിന്. പാച്ചുവിൻ്റെ വിചാരം അപ്പ ഇന്നും ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ 2 ദിവസം കൂടെ ഉണ്ടായപ്പോൾ അവന് ഇനി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കില്ല. അപ്പോൾ ഇതേ സംഭാരം കൊണ്ടുവന്നതാണ് ഡാഡി കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ കൂട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുവ് അവിടെ ഒഴിച്ചതിൻ്റെ തണുവൊക്കെ ആയിട്ട് അവർ നല്ല ഇത് സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നോട് ഒരു കുട്ടി ഇന്ന് ചോദിച്ചായിരുന്നു കേട്ടോ, ആൻറ്റി എന്താ ഇത്രയധികം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്, അത് ആരോഗ്യത്തിന് നല്ലതല്ല, ഗ്ലാസിൻ്റെ ബൗളുകൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഈ കള്ളിയിൽ കിടക്കുന്നത് മുഴുവൻ ഗ്ലാസിൻ്റെ കുറേ സെറ്റുകളുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിള്ളേർ അവർക്ക് ഒന്നും തിരിച്ചറിയാറായിട്ടില്ല. അപ്പോൾ അവർ എന്തെങ്കിലും ആ കബേർഡ് തുറന്നു കഴിഞ്ഞാൽ അതാണെങ്കിൽ അവർ വലിച്ചിട്ട് ഇത് പൊട്ടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ എന്താ പറയുക മൈക്രോവേവ് സേഫായിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അത് അതിൽ വെച്ചാലേ നമുക്കത് എളുപ്പത്തിൽ ചൂടാക്കാനും എടുക്കാനും പറ്റുള്ളൂ. നിങ്ങൾ അധിക ഭാഗം കണ്ടിട്ടുണ്ടാവും സ്റ്റീലിൻ്റെ പാത്രത്തിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കാൻ മാത്രമാണ് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്, അതെടുത്ത് ചൂടാക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ. ഗ്ലാസ് കണ്ടെയ്നറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഗ്ലാസ് ആയിരുന്നു. ഇനി കുറച്ചും കൂടി കുട്ടികൾ വലുതാവുമ്പോൾ നമ്മൾ വീണ്ടും അത് തന്നെ എടുത്ത് ഉപയോഗിക്കും. കാരണം അല്ലെങ്കിൽ വെറുതെ പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കിടക്കണതിൻ്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് കരിമണിയുടെ മാലകൾ വളരെ ഒരു 4-5 എണ്ണം അതെടുത്ത് കാണിച്ചതിന് ശേഷം എനിക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു. തിങ്കളാഴ്ച എന്നുള്ളതിൻ്റെയും പിന്നെ എന്തോ എനിക്കറിയില്ല ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കിടന്നു. അപ്പോൾ ഞാൻ ഈ ആംഗിളിൽ കിടന്നിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത 5 കാര്യങ്ങൾ: എറിഞ്ഞു കഴിഞ്ഞ കല്ല്, പറഞ്ഞു കഴിഞ്ഞ വാക്ക്, നഷ്ടപ്പെടുത്തി കഴിഞ്ഞ അവസരം, കടന്നുപോയ സമയം, നഷ്ടപ്പെട്ട വിശ്വാസം. ഇത് ഈ 5 കൂട്ടവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ആ ഒരു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ അസംബ്ലിക്ക് അന്ന് മാതൃഭൂമി പേപ്പറിൻ്റെ മുകളിലാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് എങ്ങനെയായിരുന്നു വെച്ചാൽ രാവിലെ അസംബ്ലിക്ക് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഇന്നത്തെ ചിന്താവിഷയം വായിച്ച് കഴിയുമ്പോൾ ഞങ്ങളോട് പറയും ഇന്ന് ഇപ്പോൾ ഈ വായിച്ച സംഭവത്തിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ എന്താണ് ഏതാണെന്ന് സ്വയം മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയും. അതുപോലെയാണ് ഇപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറേ പേര് ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഞാനതങ്ങനെ ചെയ്യണത്. കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഒറ്റയ്ക്കൊരു വീഡിയോ ആയിട്ട് പറ്റിയെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. എനിക്ക് കുറേ കുട്ടികൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി ആൻറ്റി, ഇങ്ങനെ ചെയ്താൽ മതി ആൻറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടികൾ എന്താ പറയുക, അത് അവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് 9 മണിയിലത്തെ വീഡിയോ ഒട്ടും തെറ്റിക്കരുത്, അല്ലാണ്ടുള്ള ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, ഒരു ദിവസം കുക്കറി, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരും കുട്ടികൾ കേട്ടോ. പക്ഷേ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കും. No. No. Go away. മമ്മിയുടെ പൊന്നാണോ? ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ വാരിത്തരാം. ഓക്കെ ഓക്കെ. മമ്മീനെ ഞാൻ കടിക്കാൻ പോവാ. താങ്ക് യു. സേ താങ്ക് യു. ഇതാണ് ഇവിടുത്തെ അങ്കട്ടോ. എന്നെ ഒരാളും തൊടാനോ പറയാനോ ഒന്നും അവൻ സമ്മതിക്കില്ല. മറ്റ് 2 പേർക്കും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവൻ എന്താ പറയുക, എൻ്റെ ബോഡി ഗാർഡാന്ന് പറയും ഞാൻ. അങ്ങനെ ഞങ്ങളിതാ ഇരുന്ന് ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിരുന്ന് വർത്താനം പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അതുപോലെ ഡാഡിയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതുകൊണ്ട് ഇന്ന് പുറത്തേക്ക് അധികം പോയില്ല.
അങ്ങനെ ഞാൻ എൻ്റെ പിള്ളേർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിരുന്നപ്പോഴാണ് ഡിവൈൻ ചോദിക്കുന്നത്, ചോറ് കുറച്ചിരിക്കേണ്ട, ഈ ചോറ് അറിയാലോ പൊന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈന് വല്ല കേർഡ് റൈസോ അങ്ങനെ വല്ലതും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ലെമൺ റൈസ് മമ്മി തിന്നുമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനത്തെ എല്ലാതും കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കും. അപ്പോൾ ഞാൻ എന്താ ആലോചിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും ഇത് തിന്നുന്നതല്ല, അപ്പം നമുക്കൊന്ന് തിന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ സംഭവവും ഞാൻ കഴിച്ച് നോക്കും കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോൺ വന്നു കഴിഞ്ഞപ്പോൾ ഡോണിന് ഇപ്പം വേണം നമ്മുടെ ചക്ക വരട്ടിയത്. അപ്പോൾ ചക്ക വരട്ടിയത് അവന് പ്രത്യേകിച്ച് ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ അത് ഇരുന്ന് കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡാഡിയോടും മോനോടും തിരിച്ച് പറഞ്ഞു, രണ്ടാളും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിച്ചു വാരി തിന്നണ്ട, കാരണം ഷുഗർ പെട്ടെന്ന് കയറും എന്നൊക്കെ പറഞ്ഞ് അവർ കഴിച്ച് എന്ത് പറയണോ ആ പാത്രം കാര്യമായിട്ടോ. അങ്ങനെ ഇത് നമ്മുടെ സൂഫിയുടെ പുതിയ തരം വളകൾ വന്നതാണ്. ഇത് നമ്മുടെ ഫാൻസി ടൈപ്പ് കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ കുറേ പാറ്റേൺ കമ്മലുകളുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് കമ്മലുകളും കുറച്ച് മാലകളും കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ ഇതിൽ വന്ന് പെട്ടതാട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, പിള്ളേർ അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിലാകുമ്പോൾ ഭക്ഷണം വാരി കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ പരിപാടി അപ്പോൾ ചാക്കോ അധിക ഭാഗം തന്നെ തിന്നണമെന്ന് പറയും. അവന് ഇഷ്ടമാണ് തന്നെ തിന്നാൻ, സ്പൂൺ കൊണ്ടായാലും കൈ കൊണ്ടായാലും കഴിക്കും. മറ്റവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി കൊടുത്തിട്ടാണ് അവരെ കുളിപ്പിച്ചിട്ടൊക്കെ കിടത്തി ഉറക്കാം കേട്ടോ. അങ്ങനെ ഇന്ന് കുറേ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിലെല്ലാവർക്കും നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 95% പേർക്കും ചോദിച്ച സംഭവങ്ങൾ കൊടുക്കാനും പാക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരോടൊക്കെ നാളേക്ക് എന്ന് പറഞ്ഞു വെച്ചേക്കാം, കാരണം കുറേ ലേറ്റായി. 11 മണി എന്ന് പറയുമ്പോൾ ഇനി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 11:30 ആവും. പിന്നെ എൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കുട്ടികൾ തുണികൾ കൊണ്ടുവന്നത് അങ്ങനെ നനഞ്ഞത് പുറത്തിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ഇന്ന് വാഷ് ചെയ്ത് കഴിച്ചു. ഇതിപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് എടുത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഒന്ന് കുടഞ്ഞ്, കാരണം ചിലതിൽ മണലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടഞ്ഞ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലിട്ടു. പിന്നെ രാവിലെ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ എണീക്കുമ്പോൾ ആരാണോ എണീക്കണത് മിക്കവാറും ഡിവൈനായിരിക്കും. അതിൽ സോപ്പും കംഫർട്ടൊക്കെ ഇട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അവർക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി, ഇത് ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്കതൊന്ന് വിരിച്ചിട്ടാൽ മതി. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ നിറച്ച്, അപ്പോൾ കുപ്പിയിലുള്ള വെള്ളമൊക്കെ ഡിമ്പിൾ നിറച്ചിട്ടോ. കിച്ചണൊക്കെ ഒതുക്കിയിട്ടാണ് ഡിമ്പിളും കൂടി പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ലാസ്റ്റ് ഒരു പരിപാടി ഞാൻ പറയാറില്ലേ എല്ലാതും ഒന്ന് നോക്കുക എന്നുള്ളത്. അപ്പോൾ തോർത്തുകളൊക്കെ ഞാൻ മാറ്റിയിട്ടു. അപ്പോൾ ഞാൻ വാഷ് ചെയ്യണം എന്നാണ് എല്ലാതും മാറ്റിയിടുക. അപ്പോൾ കിച്ചണിലത്തെ ടർക്കി മാറ്റി, പിന്നെ ബാത്റൂമുകളിലത്തെയൊക്കെ മാറ്റി. അപ്പോൾ അലക്കണ ദിവസം ആഴ്ചയിൽ 2-3 ദിവസം ഉണ്ടാവും. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇതൊക്കെ കംപ്ലീറ്റ് ഓരോ പ്രാവശ്യം ഒന്നിച്ചാണ് എല്ലാം വാഷ് ചെയ്യുക, ഒന്നിച്ചാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ഒരേ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ ചപ്പാത്തി ഇപ്രാവശ്യം 12 എണ്ണത്തിൻ്റെ ചപ്പാത്തി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരെണ്ണം കോട്ട അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വയറില്ല. ഞാൻ ലെമൺ റൈസ് കഴിച്ചില്ലേ. അപ്പോൾ ഇത് നാളേക്കുള്ളത് ഡിമ്പിൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഫിഷ് കറിയും മുതിര ഉപ്പേരിയും. അപ്പോൾ ഞാൻ മുതിരപ്പേരിയിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ചൂട്ടോടെ ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് കഴുകി കമത്തി വെച്ചു. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അത് ഡ്രൈ ആയിക്കോളും. ആ കൂട്ടത്തിൽ കുട്ടികൾക്കറിയില്ല സോപ്പ് എവിടെ ഇരിക്കണേന്ന്. അപ്പോൾ അതും പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് എന്താ പറയുക, സമയം തെറ്റാണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഡിഷ് വാഷ് ഉണ്ട് അവിടെ, എന്നാലും സോപ്പും കൂടി ഞാൻ കൂടെ വയ്ക്കും. അപ്പോൾ ഇത് നമ്മുടെ പാച്ചൂട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അത് കഴിഞ്ഞതാ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പോകാത്ത കാരണം തന്നെ കുട്ടികൾക്ക് രാവിലെ എണീറ്റിട്ട് ഇറച്ചിയില്ല മീനില്ല എന്നുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോക്സ് എടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് അതില്ലാത്തതിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, നാളെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഒന്നിച്ച് വാങ്ങിയത് അങ്ങനെ ശീലിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ശീലം ഉള്ളതുകൊണ്ട് ഇന്നലെ അത് പറ്റിയില്ല. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, മുട്ടയും കഴിഞ്ഞു, അപ്പോൾ നാളെ നമുക്കെല്ലാം കൂടി ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഇതിങ്ങനെ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നാളെ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. പാക്കിങ്ങും എന്താ പറയുക പോസ്റ്റിങ്ങും DTDCയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞാനും എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. തിരക്കുള്ള ദിവസം എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നല്ല ദിവസമാണല്ലോ.
അപ്പോൾ അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിസ്തയ ഔസേപ്പിതാവാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അപ്പച്ചൻ ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഔസേപ്പിതാവിനോടാണ് കേട്ടോ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മാതാവിൻ്റെ മാസമാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.